തലശ്ശേരിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ആശുപത്രി കോമ്പൗണ്ടിൽ സൂക്ഷിച്ച 1,30,000 രൂപയുടെ ഇലക്ട്രിക് വയറുകൾ മോഷണം പോയതായി പരാതി. കണ്ടിക്കലിൽ നിർമ്മാണത്തിലുള്ള അമ്മയും കുഞ്ഞും ആശുപത്രി കോമ്പൗണ്ടിലെ സ്റ്റോർ മുറിയിൽ നിന്നാണ് വയറുകൾ കാണാതായത്. പൂട്ടുപൊളിച്ച് അകത്തു കടന്നാണ് വിലയേറിയ വയറുകൾ കളവ് ചെയ്തത്. $1,30,000 രൂപയുടെ ഇലക്ട്രിക് വയറുകളാണ് മോഷണം പോയത്. കരാർ കമ്പനിയുടെ സേഫ്റ്റി എഞ്ചിനീയർ നൽകിയ പരാതിയിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം തുടങ്ങി. സ്ഥലത്ത് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും തലശ്ശേരി പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. CCTV ദൃശ്യങ്ങളും പരിശോധിച്ച് വരികയാണ്. സ്റ്റോറിന്റെ പൂട്ട് തകർത്താണ് വയറുകൾ മോഷ്ടിച്ചതെന്ന് സൂപ്പർവൈസർ സ്വരൂപ് പറഞ്ഞു. അതായത് രാവിലെ നമ്മൾ ഏരക്കാണ് സൈറ്റ് തുടങ്ങുക. അപ്പോൾ ഏരൊക്കെ സൈറ്റിൽ വരുമ്പോഴാണ് ഇത് നമ്മളിങ്ങനെ പൂട്ട് പൊളിച്ചല്ല, ഇങ്ങനെ മൊത്തത്തിൽ ആണി ഇളക്കിയിട്ട് റൂം തുറന്നിട്ട് കാണുന്നത്. നോക്കുമ്പോൾ അപ്പുറത്തെ സ്റ്റോറുണ്ട് ELV ക്യാമറ അവർ ഉപയോഗിക്കുന്നത്, അവരെയും അതേപോലെ തന്നെയാണ് പൊളിച്ചിട്ടേനുള്ളത്. അപ്പോൾ നമ്മൾ വെറുതെ സ്റ്റോക്ക് ബുക്കിൽ വയറിൻ്റെ ഇത് നോക്കുമ്പോൾ വയറിൽ കുറേ ഷോർട്ട് കണ്ടിട്ടാണ് ഇവിടെ സൈറ്റിൽ കംപ്ലൈൻറ്റ് പറഞ്ഞത്. നമ്മളൊരു 16 റോള് വയറോളം പോയിട്ടുണ്ട്. അതിലൊരു 14 റോള് 4 സ്ക്വയറിൻ്റെയും പിന്നെ ഒരു 2 റോള് 6 സ്ക്വയറിൻ്റെ വയറുമാണ് പോയിട്ടുണ്ട്. ഏകദേശം ഒരു 1,30,000 നമ്മൾ കൂട്ടിയിട്ട് കിട്ടുന്നത്. 1,30,000. പോലീസ് വന്ന് പരിശോധന പോലീസ് അന്ന് തന്നെ വന്ന് കുറേ നോക്കി സൈഡ് ഒക്കെ നോക്കിയിട്ട് പോയതാണ്. ഇപ്പോൾ ഫിംഗർ പ്രിൻറ്റിൻ്റെയും അതുപോലെ ഡോഗ് സ്ക്വാഡിൻ്റെ ടീമും വന്നിട്ട് നോക്കിയിട്ട് പോയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ശനിയാഴ്ച രാവിലെയാണ് നമ്മൾ കാണുന്നത്. ശനിയാഴ്ച രാവിലെ നമ്മൾ ഡ്യൂട്ടിക്ക് വരുമ്പോൾ സ്റ്റോറിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇത് കാണുന്നത്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.